സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുന്ന സ്ഥലങ്ങളിലൊന്നായ മൂന്നാറിന് പുതുവർഷ സമ്മാനമായി KSRTC. വിനോദസഞ്ചാരികൾക്കായുള്ള KSRTCയുടെ രണ്ടാമത്തെ ഡബിൾ ഡെക്കർ ബസ് ഇന്നു മുതൽ സർവീസ് ആരംഭിച്ചു. രാവിലെ 8 മണിക്ക് KSRTC MD PS പ്രമോദ് ശങ്കറാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. KSRTCയുടെ തിരുവനന്തപുരം പാപ്പനംകോട് സെൻട്രൽ വർക്സിലാണ് മൂന്നാറിലേക്കുള്ള ബസ് നിർമ്മിച്ചത്. ഈ ബസ് ഇന്നലെ തന്നെ മൂന്നാറിലെത്തിച്ചു. നിലവിൽ സർവീസ് നടത്തുന്നതിന് സമാനമായ ബസ്സാണ് പുതിയതും. ദിവസേന 3 സർവീസുകളാണ് പുതിയ ബസ് നടത്തുന്നത്. രാവിലെ 8, 11:30, വൈകിട്ട് 3 എന്നിങ്ങനെയാണ് സമയക്രമം. മൂന്നാർ ഡിപ്പോയിൽ നിന്ന് തുടങ്ങുന്ന സർവീസ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലൂടെ ദേവികുളം, ഗ്യാപ് റോഡ്, ആനയിറങ്ങൽ എന്നിവിടങ്ങളിൽ സന്ദർശിച്ച ശേഷം തിരികെ ഡിപ്പോയിലെത്തും. 2 ബസ്സുകളും ഇതേ റൂട്ടിൽ തന്നെയാണ് സർവീസ് നടത്തുന്നത്. താഴത്തെ നിലയിൽ 11ഉം മുകളിൽ 39 സീറ്റുകളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. പുറത്തെ കാഴ്ചകൾ പൂർണ്ണമായിട്ടും കാണാവുന്ന രീതിയിൽ മൂന്നാറിനായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ബസ്സുകളാണ് ഇവ. ഇതിന്റെ ടിക്കറ്റുകൾ ഓൺലൈനായി ബുക്ക് ചെയ്യാൻ സാധിക്കും. കഴിഞ്ഞ ഫെബ്രുവരി 8-നാണ് വിനോദസഞ്ചാരികൾക്കായി മൂന്നാറിൽ KSRTCയുടെ ആദ്യ ഡബിൾ ഡെക്കർ ബസ് സർവീസ് ആരംഭിച്ചത്. മന്ത്രി KB ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്ത പദ്ധതി വൻ വിജയമായാണ് മാറിയത്. 9 മാസത്തിനകം തന്നെ 1 കോടിയിലധികം രൂപ വരുമാനം നേടാനും സാധിച്ചു. രാവിലെ 9, ഉച്ചയ്ക്ക് 12:30, വൈകിട്ട് 4 എന്നീ സമയങ്ങളിലാണ് നിലവിലെ ബസ് സർവീസ് നടത്തുന്നത്. അതേസമയം വയനാട് ടൂർ പാക്കേജുമായി കോഴിക്കോട് KSRTC ബജറ്റ് ടൂറിസം സെൽ കോഴിക്കോട് KSRTCയിൽ നിന്നും രാവിലെ 6 മണിക്ക് പുറപ്പെടുന്ന രീതിയിലാണ് യാത്ര ക്രമീകരിച്ചിരിക്കുന്നത്. തിരികെ കോഴിക്കോട് KSRTCയിൽ രാത്രി 9 മണിക്ക് എത്തിച്ചേരും. അമ്പലവയൽ ഫ്ലവർ ഷോ, പൂക്കോട് തടാകം, കാരാപ്പുഴ ഡാം, ഹണി മ്യൂസിയം എന്നിവിടങ്ങളിൽ സന്ദർശിക്കും. ഒരാൾക്ക് 540 രൂപയാണ് നിരക്ക്. ജനുവരി 4, 7, 9, 11, 13 എന്നീ ദിവസങ്ങളിലാണ് യാത്ര സംഘടിപ്പിക്കുന്നത്. അതേസമയം യാത്രക്കാരുടെ തിരക്കനുസരിച്ച് യാത്രക്കൂലിയും കൂട്ടിയും കുറച്ചും KSRTC അന്തർ സംസ്ഥാന പാതകളിലാണ് ആദ്യഘട്ടത്തിൽ ഇത് നടപ്പിലാക്കിയത്. ഓരോ ബസ്സിലെയും ബുക്കിംഗ് നിരീക്ഷിച്ചുകൊണ്ടായിരിക്കും നിരക്ക് നിശ്ചയിക്കുക. യാത്രാക്ലേശം മുതലെടുത്ത് യാത്രക്കാരെ കൊള്ളയടിക്കാൻ സ്വകാര്യ ബസ്സുകൾ ഉപയോഗിച്ചിരുന്ന ഡൈനാമിക് റിയൽ ടൈം ഫ്ലെക്സി ഫെയർ എന്ന സംവിധാനത്തിലേക്കാണ് KSRTC നീങ്ങിയത്. ഇതിന് KSRTC ഭരണസമിതി അനുമതി നൽകി. കഴിഞ്ഞ ഡിസംബർ 25, 26 ദിവസങ്ങളിൽ 2300 രൂപ നിശ്ചയിച്ചിരുന്ന പുതിയ വോൾവോ സ്ലീപ്പർ ബസ് തിരുവനന്തപുരത്ത് നിന്നും ബംഗളൂരുവിലേക്ക് 1400 രൂപയാണ് ഈടാക്കിയത്. 2300 രൂപ നിശ്ചയിച്ചിരുന്നത് അവസാന ദിവസമാണ് കുറച്ചത്. 4 യാത്രക്കാർ മാത്രമാണ് ഉയർന്ന നിരക്കിൽ ടിക്കറ്റ് എടുത്തിരുന്നത്. തിരക്ക് കുറവായിരുന്നതിനാൽ സ്വകാര്യ ബസ്സുകൾ നിരക്ക് കുറച്ചതാണ് KSRTCയെ ബാധിച്ചത്. ഇത് മനസ്സിലാക്കി നിരക്ക് കുറച്ചതോടെ അവസാന മണിക്കൂറിൽ 39 യാത്രക്കാരെ KSRTCക്ക് ലഭിച്ചു. കൂടാതെ ജനുവരി മാസത്തിൽ വടകര ഡിപ്പോയിൽ നിന്ന് കേരളത്തിലെ വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് ഉല്ലാസയാത്രകളുമായി KSRTC ബജറ്റ് ടൂറിസം സെൽ ജനുവരി 2-ാം തീയതി കണ്ണൂർ പൈതൽമല യാത്രയോടെയാണ് ജനുവരി മാസത്തിലെ ഉല്ലാസയാത്രകൾ ആരംഭിച്ചത്. ഏകദിന യാത്രയ്ക്ക് 600 രൂപയാണ് നിരക്ക്. സ്ലീപ്പർ ഫസ്റ്റ് ബസ്സിൽ രാവിലെ 6 മണിക്ക് പുറപ്പെടുന്ന തരത്തിലാണ് യാത്ര സജ്ജീകരിച്ചിരിക്കുന്നത്. 9-ാം തീയതി രാവിലെ 5 മണിക്ക് മൂന്നാർ അതിരപ്പള്ളി യാത്രയും സംഘടിപ്പിക്കുന്നുണ്ട്. 2 ദിവസം നീണ്ടു നിൽക്കുന്ന യാത്രയ്ക്ക് 2220 രൂപയാണ് ചാർജ് വരുന്നത്. പുഷ്ബാക്ക് ബസ്സിലാണ് യാത്ര. ജനുവരി 11-ന് വയനാട് എടക്കൽ ഗുഹ, 1000 കൊല്ലി ഹെറിറ്റേജ് മ്യൂസിയം, കാരാപ്പുഴ എന്നിവിടങ്ങളിലേക്കാണ് യാത്ര സംഘടിപ്പിക്കുന്നത്. ഏകദിന യാത്രയാണിത്. സൂപ്പർ ഫാസ്റ്റ് ബസ്സിലുള്ള യാത്രയ്ക്ക് 700 രൂപയാണ് ഒരാൾക്ക് ചെലവ് വരുന്നത്. രാവിലെ 6 മണിക്ക് യാത്ര പുറപ്പെടുന്നതായിരിക്കും. ജനുവരി 18-ന് വൈകുന്നേരം 7 മണിക്ക് ഇലവിഴ പൂഞ്ചിറ, ഇല്ലിക്കൽകല്ല, വാഗമൺ യാത്രയുമുണ്ട്. 2 ദിവസം നീണ്ടു നിൽക്കുന്ന യാത്രയ്ക്ക് 1410 രൂപയാണ് നിരക്ക്. സൂപ്പർ ഫാസ്റ്റ് ബസ്സാണ് യാത്രയ്ക്ക് ഉപയോഗിക്കുക. അതേസമയം KSRTCയുടെ സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം സർവീസിലേക്ക് കൂടുതൽ ബസ്സുകൾ എത്തും. 200 പുതിയ ബസ്സുകളാണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നതെന്നും 60 ബസ്സുകൾ റോഡിലേക്ക് ഇറങ്ങി കഴിഞ്ഞുവെന്നും ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ വ്യക്തമാക്കിയിരുന്നു. ബാക്കിയുള്ള ബസ്സുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് മന്ത്രി വെളിപ്പെടുത്തിയത്. സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയിലൂടെയായിരുന്നു മന്ത്രി KSRTC സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം സർവീസുകളെ കുറിച്ച് വിശദീകരിച്ചിരുന്നത്. KSRTCയുടെ സൂപ്പർ ഫാസ്റ്റ് പ്രീമിയത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറ്റുന്നതിനാണ് വീഡിയോ ചെയ്യുന്നതെന്നും അദ്ദേഹം അന്ന് വ്യക്തമാക്കിയിരുന്നു. 1994-ലാണ് ആദ്യമായി സൂപ്പർ ഫാസ്റ്റ് എന്ന ജനകീയ സർവീസ് KSRTC ആരംഭിക്കുന്നത്. ഏറ്റവും കുറച്ച് സ്റ്റോപ്പുകളിൽ നിർത്തി ഏറ്റവും വേഗത്തിൽ യാത്രക്കാരെ എത്തിക്കേണ്ട സ്ഥലങ്ങളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സൂപ്പർ ഫാസ്റ്റ് സർവീസ് ആരംഭിച്ചതെന്നും മന്ത്രി പറഞ്ഞിരുന്നു. പക്ഷേ ദൗർഭാഗ്യവശാൽ കാലാകാലങ്ങളിൽ പല സമ്മർദ്ദങ്ങൾക്കും വഴങ്ങിക്കൊണ്ട് കൂടുതൽ സ്റ്റോപ്പുകളിൽ സൂപ്പർ ഫാസ്റ്റ് നിർത്താൻ തുടങ്ങി. സാധാരണ ഒരു ഫാസ്റ്റ് പാസഞ്ചർ എന്ന നിലയിലേക്ക് സൂപ്പർ ഫാസ്റ്റിനെ തരം താഴ്ത്തിക്കൊണ്ടുവന്നു. യാത്രക്കാർക്ക് അത് വലിയ ബുദ്ധിമുട്ടായി മാറുകയും ഉണ്ടായി. സ്റ്റോപ്പുകളുടെ എണ്ണം കുറച്ച് സൂപ്പർ ഫാസ്റ്റിന്റെ പഴയ പ്രൗഢി വീണ്ടെടുക്കുന്നതിനാണ് സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം എന്ന പുതിയ സർവീസ് ആരംഭിച്ചത് എന്നും മന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.